ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എന്താ പറയുക, കുളിര് കൂടുന്നൊരു സ്ഥലത്തേക്കാണ്. നോക്കാം എവിടത്തേക്കാണ് അല്ലേ. ഊട്ടിയിലേക്കാണ്. ഊട്ടിയുടെ എൻഡിലേക്കാണ് ഫസ്റ്റ് സ്ഥലം. അവിടെ ഒരു കുഞ്ഞു ട്രെയിനൊക്കെ ഉണ്ട്. പിന്നെന്താ, അവിടുന്ന് കുറച്ചിങ്ങോട്ടേക്ക് നല്ല നാടൻ ഫുഡൊക്കെ കിട്ടിയിരുന്നു, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഊട്ടിയുടെ ഗാർഡനിലേക്കാണ് പോയത്. ഒരുപാട് പല തരത്തിലുള്ള റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. എല്ലാം മൊട്ടിട്ടിരിക്കുന്നതാണ്, വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നന്ദുവിൻ്റെ കയ്യിലായിരുന്നു ഫോണ്. അവളൊരു വീഡിയോ എടുക്കാൻ തുടങ്ങി. തണുപ്പ് തുടങ്ങുന്നതേ ഉള്ളൂ ഈ സ്ഥലത്തു നിന്ന്. പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴാണ് തണുപ്പ് കൂടുന്നത്. പിന്നെ അതാ പൂക്കൾ തുടരുത്, പറിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നന്ദുട്ടി അതൊന്നും കേൾക്കുന്നില്ല, പറിച്ചില്ല. ഒന്ന് തൊട്ട് നോക്കി. അച്ഛൻ പോയി പറയുന്നുണ്ട്, മുളയെ പറിക്കല്ല, തൊടാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു. നല്ല മോളായി. ചിങ്കു പിന്നെ അതെല്ലാം കണ്ട് ആസ്വദിക്കുന്നു. പറയുന്നു, മമ്മീൻ്റെ വീട്ടിലുണ്ടല്ലോ അമ്മ ആ റോസ് എന്ന്. അത് മമ്മീൻ്റെ വീട്ടിലുണ്ട് ചില റോസ്. അതുപോലെ മൂത്തേൻ്റെ വീട്ടിലും ഇങ്ങനത്തെ പലതരത്തിലുള്ള റോസും ഉണ്ട്. മക്കളിവിടെ ഓടിച്ചാടി തിമിർത്ത് കളിച്ചു. എന്താ പറയുക, ഫുള്ളായി അവർ എൻജോയ് ചെയ്തു. ഒരുപാട് നടന്ന് വേണം അതെല്ലാം കാണാൻ. പക്ഷേങ്കിൽ അവർക്കൊരു മടുപ്പില്ല. മറ്റ് നന്ദൂട്ടി കുറച്ച് നടക്കുമ്പോൾ എടുക്കുക എന്ന് പറയുന്ന ടൈപ്പായിരുന്നു. പക്ഷേ അവൾക്ക് എടുക്കാനും പറഞ്ഞില്ല, ഒരേ നടത്തം തന്നെയായിരുന്നു. വേണമെങ്കിൽ ഒരു വട്ടം കൂടി അവൾ നടക്കുമായിരുന്നു. നമ്മൾ പോയ സമയത്ത് തന്നെ കണ്ണൂർ ഭാഗത്തുള്ള ഒരുപാട് ഫാമിലീസിനെ കാണാൻ പറ്റി. അവർ ചോദിച്ചു, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മളെ അറിയുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിലേറെ സന്തോഷമുണ്ട്. അവിടുന്ന് ഒരു അപ്പൂപ്പൻ്റെ അടിയിലേക്ക് കിട്ടിയേ. അപ്പോൾ അതിനെ കൊണ്ടുള്ള കടിയായി. പിന്നെ ഓരോന്നായി പെറുക്കാൻ തുടങ്ങി. അതിന് തൊടാൻ പാടില്ല എന്നില്ലേ, പുല്ലെടുത്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ചുറ്റും പൂക്കളെ ഇടയിലിരിക്കുന്ന പുല്ലെല്ലാം പറിച്ച് എടുത്ത് കളഞ്ഞായിരുന്നു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ അതാ തണുപ്പ് എടുക്കാൻ തുടങ്ങി. മുഖയൊക്കെ മാറി തുടങ്ങി, തണുത്തിട്ടാണ്. അപ്പോൾ നമ്മളങ്ങ് ഉള്ളിലോട്ട് കയറുമ്പോൾ തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി സമയമാകുമ്പോൾ തണുത്ത് വന്നു. പിന്നെ ഒരു ജാക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തു. ഇന്ന് നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇനി കളി തുടങ്ങിയപ്പോൾ മരത്തിൻ്റെ മുകളിൽ കയറാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങൾ കുരങ്ങന്മാരാണോ ചോദിച്ചു. എന്നിട്ട് അത് പറഞ്ഞാൽ അതെ ഞാനും കുരങ്ങാണെന്നും പറഞ്ഞു. രണ്ടാളും മരത്തിൻ്റെ മുകളിൽ കയറാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ മുകളിലുള്ള കളിയായിരുന്നു. ക്ലൈമറ്റ് ഒന്നും ഒരു വിഷയമായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു. കിടാൻ വറക്കുന്നുണ്ട്, പല്ല രണ്ട് കൂട്ടിയിടുന്നുണ്ട്. ഇവർക്ക് ആ ഒരു പ്രശ്നമില്ല. കളി തുടങ്ങിയപ്പോൾ ചിങ്കുവിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് പണിപ്പോന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ നീലഗിരി വഴിയാണ് തിരിച്ചു വന്നത്. വയനാട് ചുരം ഇറങ്ങാനുള്ള വഴിയല്ല. ഇങ്ങനെ പോകുമ്പോൾ ഒട്ടനവധി മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും. ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ അവർ ആദ്യം കണ്ടത് മാന്, കുരങ്ങ്, ആന, അതുപോലെ എന്താ പറയുക, ഒറ്റക്കൊമ്പ് ആനകൾ തമ്മിൽ അടി ചെയ്തിട്ട് ഒരു കൊമ്പ് മാത്രമുള്ളൊരു ആനയെ കണ്ടു. അത് നമ്മളെ അടുത്തേക്ക് വരാൻ ഇതിലെ വഴി പോകുമ്പം വണ്ടി നിർത്താനോ ഗ്ലാസ് താക്കാനോ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ പെട്ടെന്ന് വന്നല്ലേ അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിച്ച് പോവുക. ഒരു നേരെ പോലെ പുലിയൊക്കെ കണ്ടു. പുലി എടുത്ത് വീഡിയോ എടുക്കുമ്പോഴേക്ക് തന്നെ നിർത്താൻ പാടില്ലല്ലോ വേണ്ടി. അപ്പോൾ നമ്മൾ മേത്തേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് ഗാർഡുണ്ട്. അവർ ഫുൾ എന്താ പറയുക, ഫുൾ തണുപ്പൊരു സ്ഥലമാണ്. എന്താ പറയുക, ശരിക്കും ഒന്ന് എൻജോയ് ചെയ്തു. അമ്മ
അങ്ങനെ നമ്മൾ വയനാടെത്തി. എന്താ പറയുക, അവിടെ ഒരു പൂന്തോട്ടത്തിൽ കയറി, സൂര്യകാന്തിയുടെ. അപ്പോൾ അവിടെ നിന്നൊരു ആൻറ്റി നമുക്ക് ചെടിയൊക്കെ പറിച്ചു കൊടുത്തു. ഇനി ഒരു പുതിയ വീഡിയോ ആയി പിന്നെ കാണാം.